കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു പിസ്സ പോപ്സിക്കിൾ തയ്യാറാക്കിയെടുക്കാം. ചിക്കൻ വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ചിക്കന് പകരം നിങ്ങൾക്ക് ഇത് മുട്ട വെച്ചിട്ടും നമ്മുടെ പുഴുങ്ങിയ മുട്ട വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പിസ്സ പോപ്സിക്കിൾ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചൂടായ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 കപ്പ് വരെ വേവിച്ച ചിക്കനാണ്. ഇത് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് വേവിച്ച് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത ചിക്കനാണ് കേട്ടോ. അത് ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒരു ഫ്രൈ ചെയ്ത ചിക്കൻ്റെ ഒരു ഫ്ലേവർ വരണം, അതിനായിട്ടാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇത്രയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചില്ലി സോസ് അഥവാ കയ്യിലില്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ഒന്ന് ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ അല്ലെങ്കിൽ കുറച്ച് ഗാർലിക് പേസ്റ്റ് ചേർത്താൽ മതി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ ഇത്രയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തത്, ഒരു 1/4 കപ്പ് വരെ സവാള, അത്രയും തന്നെ ഒരു 1/4 കപ്പോളം തക്കാളിയുടെ കുരുവും വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം ചേർക്കാൻ. പിന്നെ കുറച്ച് ഒലീവ്സ്, ബ്ലാക്ക് ഒലീവ്സ് ചേർത്തിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് വീണ്ടും 1 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അടുപ്പത്തുനിന്ന് മാറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ഗാർലിക് സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ. ഗാർലിക് സോസിന് പകരം മയണൈസ് ആണെങ്കിലും ചേർത്താൽ മതി കേട്ടോ. ഇനി അതല്ലെങ്കിൽ ക്രീം ചീസ് കയ്യിലുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ചേർത്താലും നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളറിലുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബ്രെഡ് നമുക്കൊന്ന് പരത്തി നേരിയതാക്കി എടുക്കാം. ബ്രെഡ് ചിലപ്പോൾ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ പരത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് ഇതുപോലെ പരത്തിയാൽ മതി. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പോപ്സിക്കിൾ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ നേര് സ്റ്റിക്കായതുകൊണ്ട് ഞാൻ 2 എണ്ണം ഒരുമിച്ച് വെച്ച് കൊടുക്കുകയാണ്, നമ്മളെടുക്കുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാനായിട്ട്. എന്നിട്ട് മുകളിൽ വീണ്ടും കുറച്ചുകൂടി ഫില്ലിംഗ് വെച്ച് കൊടുത്തു, 1 ടേബിൾ സ്പൂൺ വരെ. പിന്നെ ഏകദേശം 1 ടേബിൾ സ്പൂണിലും കൂടുതലായിട്ട് നമ്മുടെ മൊസറല്ല ചീസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെഡാർ ചീസും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും, അതും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം, നമ്മുടെ സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട്, ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതുപോലെ മടക്കി നല്ലതുപോലെ അങ്ങ് ഒട്ടിച്ചെടുക്കാം. പിന്നെ ആ ഒരു പോപ്സിക്കിൾ സ്റ്റിക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് വെറുതെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ബ്രെഡ് മാത്രം നമുക്കിങ്ങനെ ഒട്ടിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് പോപ്സിക്കിൾ സ്റ്റിക്ക് ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അത് ഞാനങ്ങനെ വെറുതെ ആ ഒരു പോപ്സിക്കിൾ സ്റ്റൈൽ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ ഓരോ പോപ്സിക്കിളും എടുത്ത് ആദ്യം മുട്ടയിലും പിന്നീട് ബ്രെഡ് ക്രംസിലും നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മുഴുവനും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചു വിട്ട് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ബ്രൗൺ ആവാൻ നിൽക്കണ്ട. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള പോപ്സിക്കിൾ മുഴുവനും നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റമദാനിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ആ ഒരു ചീസും പിന്നെ നമ്മൾ തയ്യാറാക്കിയ ഒരു സ്പെഷ്യൽ ഫില്ലിങ്ങും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അഭിപ്രായമൊക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്